بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ അഖീദ അത് കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ച് വന്ന ഒന്നല്ല, മറിച്ച് മാനവ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ ശുദ്ധമായ അഖീദയിലായിരുന്നു, വിശ്വാസത്തിലായിരുന്നു. 10 തലമുറ അല്ലെങ്കിൽ 10 നൂറ്റാണ്ട് അവർ മുഴുവനും ഇസ്ലാമിലായിരുന്നു എന്ന് ഇമാം ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അപശുദ്ധമായ ഇസ്ലാമിലായിരുന്നു. അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എന്ന് മനുഷ്യന്മാർ പറയുന്നത് പോലുള്ളതല്ല, പരിപൂർണമായിട്ട് മുമ്പ് തന്നെ നമ്മുടെ അഖീദയുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചു. തെറ്റുകൾ തന്നെ വന്നാൽ അതുവഴി മനുഷ്യന്മാർ കാഫറായി അല്ലെങ്കിൽ ഇസ്ലാമെന്ന് തെറ്റി വ്യതിയാനം സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ പറയുന്നവർ ഈ ഉമ്മത്തിലുണ്ട്. അവർക്ക് ഖവാരിജികൾ എന്നാണ് പറയാ എന്ന് നമ്മൾ ശേഷം ഇവിടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് എല്ലാ അമ്പിയാക്കളെയും അംഗീകരിക്കണം എന്ന്. അങ്ങനെ മുഴുവൻ നബിമാരെ അംഗീകരിക്കണം. പിന്നെ എന്തൊക്കെ വിശ്വാസ കാര്യങ്ങളുണ്ടോ അതൊക്കെ അംഗീകരിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. ഇതൊക്കെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർക്കിടയിൽ തന്നെ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ, അതുപോലെ ചില വിശ്വാസങ്ങൾ അവരിൽ കടന്നുകൂടുമ്പോൾ അവർ ചെയ്ത അമലുകളൊക്കെ ഒരു വഴിക്ക് പൊളിഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്നത് കുഫറിന്റെ അല്ലെങ്കിൽ ശിർക്കിന്റെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ളൊരു വിഷയം ഇതിന് ആമുഖമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ പറയാം. അതായത് അൽ അമാൽ വൽ അഖ്വാൽ അല്ലത്തി തുഅദ്ദു കുഫ്റാ, കുഫറായി എണ്ണപ്പെടുന്ന ചില പ്രവൃത്തികളുണ്ട്. അതുപോലെ ചില വാക്കുകളുണ്ട്. അത് കുറേയുണ്ട്. അതിൽ ചിലത് 2-3 ഇവിടെ ചുരുക്കി പറയാം. ഒന്നെന്താണ്? അല്ലാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുക എന്നാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ഇബാദത്തിന്റെ മജ്ജ പ്രാർത്ഥനയാണ്. മറ്റൊരു ഹദീസിൽ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് അതിന് ഒരു വചനം ഓതുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ വചനം, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറയുന്നു, ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, വഴിയെ നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കും. അപ്പൊ ആദ്യം പറഞ്ഞു എന്നോട് ദുആ നടത്തുക എന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു, ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞു. പിന്നെ പറയുന്ന പ്രാർത്ഥനയാകുന്ന ഇബാദത്തിന് അഹങ്കരിക്കുന്നവർ, അതാണ് അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് ഖുർആൻ പറയുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ട്
നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഈ പ്രാർത്ഥന മറ്റുള്ളവരോട് നടത്തിയാൽ അത് ശിർക്കാണ്. അതിനെപ്പറ്റി ഒരുപാട് വചനങ്ങളിൽ ഒന്ന് മാത്രം ശുദ്ധ ഖുർആൻ പറയാണ്. എന്താണ്? അതിൻ തദൂഹും, സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ വചനം. നിങ്ങൾ അവരോട് ദുആ നടത്തിയാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. മരിച്ചുപോയ ആൾക്കാരോട്, മഹാന്മാരോട്, അല്ലെങ്കിൽ ആരെയാണോ മനുഷ്യർ ഇലാഹാക്കുന്നത് അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഇലാഹാക്കി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആരോടാണോ മനുഷ്യൻ പ്രാർത്ഥിച്ചത് അവരെ ഇലാഹാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇനിയോ വലൗ സമീഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവരൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം തരികയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്തിന്റെ അന്ന് അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കും. അപ്പൊ നിങ്ങൾ ഈസാ നബിനെ അല്ലെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരത് അറിയുന്നില്ല. പരലോകത്തിൽ അവർ ഈ ശിർക്കിനെ അവർ നിഷേധിക്കും. നിങ്ങൾ അള്ളാഹ്ക്ക് ഞങ്ങളെ പങ്കുകാരാക്കിയത് ഞങ്ങൾ അറിഞ്ഞിട്ടെന്നല്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതെന്ന് ശിർക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ശിർക്ക് വന്നാലോ അത് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാതകമാണ്, തെറ്റാണ് ശിർക്ക്. ശിർക്ക് ഒരു ആളുടെ ജീവിതത്തിൽ വന്നാൽ അയാൾ ഞാൻ നബിമാരെ അംഗീകരിച്ചിട്ടുണ്ട്, മറ്റുള്ളത് അംഗീകരിക്കുന്നുണ്ട്, മലക്കുകളെ അംഗീകരിച്ചു, അങ്ങനെ പലതും ഞാൻ അങ്ങനെ അംഗീകരിച്ചു പറഞ്ഞിട്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസാ 48-ാമത്തെ വചനം. തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ പുറത്തു കൊടുക്കുകയില്ല, അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. മറ്റൊരു വചനം, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹ് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹുന്നാർ, അവന്റെ വാസസ്ഥലം, അഭയസ്ഥലം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു സഹായിയും ഇല്ല. സൂറത്ത് മാഇദ 72-ാമത്തെ വചനമാണ്. മറ്റൊരു വചനം, വലഖദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബലിക, താങ്കൾക്ക് നമ്മൾ വഹി നൽകിയിട്ടുണ്ട് താങ്കളുടെ മുമ്പുള്ളവർക്കും. ലൈൻ അശ്റക്ത, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ യഹ്ബത്തന്ന അമലുക്, താങ്കളുടെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പൊ ഇത് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. അതോടുകൂടി അവൻ വേറെ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താവില്ല, അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല എന്നർത്ഥം. ഇനി സലഫി പണ്ഡിതന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വേറൊരു ശിർക്കിനെ പറ്റി ഞാൻ പറയാം. അത് അശ്ശിർക്കു ഫി ത്വാഅത്തി എന്നാണ്. ഒരനുസരണത്തിലുള്ള ശിർക്ക് എന്നാണ്. അനുസരണത്തിൽ ഒരു ശിർക്ക് വരും. അതേതാ? അത് ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ പറയുന്ന ആ ശിർക്കല്ല ഈ പറയുന്നത്. സലഫി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാര്യമാണ്. ഷെയ്ഖ് ഫൗസാൻ പറയാം, അന്ന മിന ശിർക്കി, ശിർക്കിൽപ്പെട്ടതാണ് ത്വാഅത്തുൽ ഉലമാ വൽ ഉമറ, നേതാക്കളെ അനുസരിക്കുക, അതുപോലെ ഉലമാക്കളെ, പണ്ഡിതന്മാരെ അനുസരിക്കുക. ഏത് വിഷയത്തിൽ? ഫീ തഹ്ലീലി മാ ഹറമല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ. ഔ അല്ലെങ്കിൽ തഹ്രീമി മാ അഹല്ലല്ലാഹ്, അള്ളാഹ് ഹലാലാക്കിയ വിഷയം അത് ഇവർ ഹറാമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അണികൾ ഇവരെ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ അനുസരണത്തിലുള്ള ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ അമുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജീവിച്ചാൽ തന്നെ മുശ്രിക്കായി. അവര് ഏതെങ്കിലും ആൾക്കാർ നമ്മോട് പറയുന്ന കാര്യം നേതാക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഖുർആനിനും സുന്നത്തിനും എതിരല്ലാത്ത വിഷയം അനുസരിച്ചാലും മുശ്രിക്കായി എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ പണ്ടൊക്കെ എഴുതി വെച്ച ആ കാര്യമല്ല ഇവിടെ പറയുന്നത് മനസ്സിലാക്കും. മറിച്ച് സാക്ഷാൽ മൗലാന മൗദൂദി തന്നെ ഒരു ഉദാഹരണം പറയാണ്. അദ്ദേഹം തന്നെ നമ്മോടൊരു കാര്യം അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കിക്കൊണ്ട് പറഞ്ഞാൽ നമ്മളതനുസരിച്ചാൽ, ആ വിഷയത്തിൽ അദ്ദേഹത്തെ നമ്മൾ അനുസരിച്ചാൽ മതനിയമം അള്ളാഹ് ഉണ്ടാക്കാൻ അള്ളാഹ്ക്കൊരു പങ്കുകാരൻ നമ്മൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കുക, ഹലാലാക്കിയത് ഹറാമാക്കുക, ഇത് നമ്മൾ നേതാക്കൾ ചെയ്ത് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്.
ഇതിനുള്ള ആയത്താണ് ഞാൻ ഇവിടെ ഓതിയത്. ഏതാ സൂറത്ത് തൗബയിലെ 31-ാമത്തെ വചനം. അപ്പോൾ ഒരാളെ നമ്മൾ ആരാധന നടത്തുന്നത് പറഞ്ഞാൽ അയാളെ ഇലാഹായി പ്രഖ്യാപിക്കുന്നതും വേണ്ട അള്ളാഹ്ക്ക് പുറമെ, എന്നാലേ ശിർക്ക് വരുള്ളൂ എന്ന് പറയണ്ട. അല്ലെങ്കിൽ അയാൾക്ക് സമദീയത്ത് കൽപ്പിച്ചാലേ ശിർക്ക് വരുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നുമില്ലാത്ത കാര്യം ഈ പറയുന്നത്. ഇത്തഹദു അഹ്ബാറഹും, ജൂത ക്രൈസ്തവരെ പറ്റി പറയാൻ അവരെന്ത് ചെയ്തു? അവരുടെ പണ്ഡിതന്മാരെയും റുഹ്ബാനവും പുരോഹിതന്മാരെയും അർബാബം മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി സ്വീകരിച്ചു. പിന്നെ അവൽ മസീഹബിന മറിയം, മറിയമിന്റെ മകൻ മസീഹിനെയും ഈസാ അലൈഹിസ്സലാമിനെയും അള്ളാഹ്ക്ക് പുറമെ ഇവരെന്ത് ചെയ്തു? റബ്ബാക്കി ഇവരൊക്കെ. എന്നാ വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ഇല്ലാലി യഅ്ബുദു ഇലാഹൻ വാഹിദ, ഒരേ ഒരു ഇലാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനേയില്ല. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. എമ്മാ യുശ്രിക്കുൻ, ഇവർ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. അപ്പൊ എന്താണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അദീ ഇബ്നു ഹാത്തിമിന് ഓതിക്കൊടുത്തു. അദീ ഇബ്നു ഹാത്തിം ഒരു ജൂത പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് റസൂൽ ഈ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്, സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത്. ആ നേരം അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ലസ്നാ നഅ്ബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ചെയ്തിരുന്നില്ലല്ലോ. ഇവിടെ ജൂതന്മാരെ പറ്റി പറയാണ്, അവരല്ലാഹ്ക്ക് പുറമെ അവരുടെ പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ എന്ത് ചെയ്തിരുന്നു? റബ്ബുകളാക്കിയിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ അദീ ഇടപെട്ടിട്ട് പറ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ ഉലമാക്കളെ ആരാധിച്ചിട്ടില്ലല്ലോ. അതാ പറയുന്നത്. അപ്പൊ റസൂലിന്റെ മറുപടി, ഖാല അലൈസ യുഹില്ലൂന ലക്കും മാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയത് അവർ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരുന്നില്ലേ? ഫതുഹില്ലൂനഹു, അപ്പൊ നിങ്ങളത് ഹലാലായി കണ്ടിരുന്നില്ലേ? അല്ലാഹ് ഹറാമാക്കിയതാണ്. അതെന്ത് ചെയ്യാണ്? ഈ പുരോഹിതന്മാരും അതുപോലെ നേതാക്കളും നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. അതുപോലെ വയുഹരിമൂന മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയതിനെ അവർ നിങ്ങൾക്ക് ഹറാമാക്കി തന്നിരുന്നില്ലേ? ഫതുഹരിമൂന, അപ്പൊ നിങ്ങളും അതിനെ ഹറാമായി കണ്ടിരുന്നില്ലേ? ഖാല ബല, ഇത് കേട്ടപ്പോ അദീ പറഞ്ഞു, അതേനു. അപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് അവർക്കുള്ള ആരാധന. ഈ ആയത്തും ഈ ഹദീസൊക്കെ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഫൗസാൻ പറയുന്നൊരു വാചകം, ഇതിൽ തന്നെ ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു സലഫി പണ്ഡിതന്റെ വാചകം ഞാൻ കേൾപ്പിക്കാം. വഖദ് ഫസ്സറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തഫ്സീർ നൽകി, വിശദീകരണം. എന്ത്? ഇത്തിഹാദൽ അഹ്ബാർ വർ റുഹ്ബാൻ അർബാബം മിൻ ദൂനില്ലാഹ്, പുരോഹിതന്മാരെ പണ്ഡിതന്മാരെ അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി അവർ സ്വീകരിച്ച കാര്യം. ബിഅന്നഹു ലൈസ മഅനാഹു റുകൂ വസ്സുജൂദു ലഹും, അങ്ങനെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ റസൂലിന്റെ വിശദീകരണത്തിൽ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് റുകൂ ചെയ്യണമെന്നില്ല, അവർക്ക് സുജൂദ് ചെയ്യണമെന്നില്ല, അവരോട് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. പിന്നെ എന്ത് മതി? വൈന്നമാ മഅനാഹു, അതിന്റെ ആശയത്തിലേ ഉള്ളൂ. ത്വഅത്തുഹും, അവരെ അനുസരിച്ചു. ഏത് വിഷയത്തിൽ? ഫീ തഗീരി അഹ്കാമില്ല, അള്ളാന്റെ വിധികൾ മാറ്റുന്നതിൽ. അള്ളാന്റെ വിധി ഒരു മാറ്റാണ്. ഇപ്പൊ തബ്ദീലി ശരീഅത്ത്, അള്ളാന്റെ ശരീഅത്ത് മാറ്റിമറിക്കുക. എങ്ങനെ? ബി തഹ്ലീലിഹിം അൽ ഹറാം, ഹറാമിനെ ഹലാലാക്കിക്കൊണ്ടും തഹരീമിഹിം അൽ ഹലാൽ, ഹലാലിനെ ഹറാമാക്കിക്കൊണ്ടും. ഇന്ന ദാലിക യുതബറു ഇബാദത്ത് ലഹും മിൻ ദൂനില്ല, ഇത് അള്ളാഹ്ക്ക് പുറമെ ഇവർക്കുള്ള ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടും. ഹൈസു നസബു അൻഫുസഹും ശുറക്കാ ലില്ല, അവരെന്താ ചെയ്തത്? സ്വന്തത്തെ അവർ പ്രതിഷ്ഠിച്ചു അള്ളാഹ്ക്ക് ശരീക്കുമാരായിട്ട്, പങ്കുകാരായിട്ട്. മതവിധികൾ ഹലാലും ഹറാമും ഒക്കെ നിശ്ചയിക്കൽ അള്ളയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും? സ്വയം തന്നെ ഇവര് ഹലാലും ഉണ്ടാക്കാൻ തുടങ്ങി, ഹറാമും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഹലാലും ഹറാമും ഉണ്ടാക്കുന്ന പണി അള്ളയാണ് ചെയ്യുക. പക്ഷെ ഇവര് സ്വയം തന്നെ ഞങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞ് ശരീക്കുമാരായി. ഇത് ഈ അണികൾ സമ്മതിച്ചു കൊടുത്തും ചെയ്തു.
അതുകൊണ്ട് അവർക്ക് സമ്മതിയത്ത് കൽപ്പിച്ചിട്ടില്ലെങ്കിലും ഈ പണ്ഡിതന്മാരെ ഇലാഹാക്കി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർ ഈ വിഷയം പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ അനുസരിച്ചാൽ തന്നെ ശിർക്കായി എന്നാ പറയണേ. അതാ വഹാദാമിന ഷിർക്കിൽ അക്ബർ, ഇതത്രേ വലിയ ശിർക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഫൗസാന്റെ വാക്ക് ലിഖൗലിഹി തആല, അല്ലാഹ് പറഞ്ഞതുകൊണ്ട്. എന്ത്? അതിനുശേഷം പറഞ്ഞു വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദു ഇലാഹം വാഹിദ, ഒരേ ഒരു ആരാധ്യനെ മാത്രം ആരാധിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവനല്ലാതെ ആരാധ്യനേ ഇല്ല, അവർ പങ്കുവെക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അള്ളാഹിന്റെ ദീനിൽ, പരിശുദ്ധ ഖുർആനും ഹദീസുമാണ് അതിലുള്ളൊരു വിഷയം. അതിനെതിരെയാണ് പണ്ഡിതന്മാർ നിൽക്കുന്നത് എന്ന് വെക്കുക, അല്ലെങ്കിൽ നേതാക്കൾ. എന്നിട്ട് അത് അണികൾ അംഗീകരിച്ചു എങ്കിലത് ഈ ഗണത്തിൽ പെടുകയില്ലേ നമ്മൾ പേടിക്കണം. ഇസ്ലാമിലുള്ള പല വിഷയവും അത് അന്ധവിശ്വാസമാണ് എന്ന് പണ്ഡിതന്മാരോ നേതാക്കളോ പറയുമ്പോൾ, എന്നാ പിന്നെ അത് ഇസ്ലാമിലുണ്ടെങ്കിലും റസൂല് പഠിപ്പിച്ചതിലും എന്നാലും നേതാക്കൾ ഇങ്ങനെ പറഞ്ഞില്ല, എന്നാ അന്ധവിശ്വാസം തന്നെ എന്ന നിലക്ക് അംഗീകരിച്ചു കഴിഞ്ഞാൽ മതനിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ നേതാക്കൾക്ക് നമ്മൾ അനുവാദം നൽകി അള്ളാഹ്ക്ക് പുറമെ മതനിയമങ്ങൾ ഹറാമും ഹലാലും ഒക്കെ തീരുമാനിക്കാൻ ഇവർക്ക് എന്തോ വകവെച്ചു കൊടുത്തു എന്നാണ് അതിൽ നിന്ന് വരിക. ഇതേ കാര്യം സൂചിപ്പിക്കുന്ന വേറൊരു വചനം സൂറത്ത് അൻആം 121 ആയത്തിൽ കാണാൻ കഴിയും. അതിങ്ങനെയാണ്, വലാ തഅ്കുലു മിമ്മാലം യുസ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല. അറവിനെ പറ്റി പറയാം, അറുക്കുമ്പോൾ ബിസ്മില്ല, അതൊരു കാര്യം. മറ്റേ വിഷയം എന്താണ്? അള്ളാന്റെ പേരിൽ അറവ് നടത്താൻ പാടുള്ളൂ. മരിച്ചവരുടെയോ വിഗ്രഹങ്ങളുടെയോ വേറെ പലതിന്റെയും പേരിൽ ആൾക്കാർ അറവ് നടത്തുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അത് ശിർക്കായി മാറും, ഏറ്റവും വലിയ തെറ്റായി മാറും. അതുപോലെ ഇവിടെ അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞു. വൈന്നഹു ലഫിസ്കുൻ, അത് അധർമ്മമാണ്. വൈന്ന ശയാത്തീന, പിശാചുക്കൾ തീർച്ചയായും ഇല യൂഹൂന, വഹി നൽകുന്നുണ്ട്, ദുർബോധനം നൽകുന്നുണ്ട്, ഇല ഔലിയായും അവരുടെ മിത്രങ്ങൾക്ക്. എന്തിനാൽ യുജാദിലുക്കും, നിങ്ങളോട് തർക്കിക്കാൻ. അതുകൊണ്ട് തർക്കിക്കാനുള്ള പോയിന്റൊക്കെ ശൈത്താൻ കൊടുക്കുന്നവരാണ് മിത്രങ്ങൾക്ക്. വൈനതഅ്തുമും, അവരെ നിങ്ങൾ അനുസരിച്ചാൽ. അങ്ങനെ ഈ തത്വങ്ങൾ അവർക്ക് കിട്ടി, തർക്കിക്കാനുള്ള വിഷയം കിട്ടുമ്പോൾ ഔലിയാക്കൾ തർക്കിക്കും. അവരെ നിങ്ങൾ അങ്ങനെ അനുസരിച്ചാൽ ഇന്നക്കുമില്ല മുശ്രിക്കും, നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. ഇതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ്. മുശ്രിക്കുകൾ നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, നഅ്കുലു മിമ്മാ ഖതൽന, ഞങ്ങൾ അറുത്തത് ഞങ്ങൾ തിന്നുകയോ, വലാ നഅ്കുലു മിമ്മാ ഖതലല്ലാഹ്, അള്ളാഹ് കൊന്നത് ഞങ്ങൾ തിന്നാതിരിക്കുകയോ. ഇത് പിശാചുണ്ടായി കൊടുത്ത ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ നിയമത്തിനെതിരെ ശൈത്താന്മാരിങ്ങനെ ദുർബോധനം ചെയ്യുന്നു, അവരോരോ ബുദ്ധി പറഞ്ഞെടുക്കും. അപ്പൊ എന്താ, നമ്മൾ ബിസ്മി ചൊല്ലി അറുത്താൽ അതാണ് തിന്നുക, എന്നാൽ ചത്തതോ, ചത്തത് തിന്നാൻ പാടില്ല. ഇതാണ് ഇവര് പറയുന്നത്. ചത്തത് ശരിക്കും അള്ളാഹ് കൊന്നതാണ്, അള്ളാഹ് കൊന്നത് തിന്നാൻ പറ്റൂലല്ലേ? മനുഷ്യൻ കൊന്നതാണോ തിന്നാൻ പറ്റുക? ഈ നേരം അള്ളാഹു പറയാണ്, ഇറക്കിയ ആയത്താണ്, വലാ തഅ്കുലു മിമ്മാലം യുദ്കർ ഇസ്മുല്ലാഹ് അലൈഹി, അള്ളാന്റെ നാമം ഉച്ചരിച്ചതല്ലാതെ നിങ്ങൾ തിന്നരുത്. അത് ബിസ്മില്ല ഇറക്കണം, നിങ്ങൾ അറുത്തേ തിന്നാം. വൈന്നഹു ലഫിസ്കുൻ, അല്ലെങ്കിൽ അത് അധർമ്മമാണ്. വൈന്ന ശയാത്തീന, പിശാചുക്കൾ ലയൂഹൂന ഇല ഔലിയായി, അവരുടെ മിത്രങ്ങൾക്ക് പിശാചുക്കൾ എന്ത് ചെയ്യാണ്? ദുർബോധനം നടത്തുന്നുണ്ട്. ലിയുജാദിലുക്കും, നിങ്ങളോട് തർക്കിക്കാൻ. അങ്ങനെ ആ തർക്കിച്ച് അവർ വരുമ്പോൾ അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എന്താണ്? മുശ്രിക്കുകളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതുപോലെ ഖുർആനിൽ ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട ചില വിഷയങ്ങൾക്കെതിരെ ബുദ്ധി കൊണ്ട് നേരിടലുണ്ട്. ഉദാഹരണത്തിന്, നരകത്തിന്റെ അടിയിൽ നിന്നൊരു മരം മുളക്കുമെന്ന് പറഞ്ഞപ്പോൾ മുശ്രിക്കുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ഇസ്ലാമിൻ റസൂല് പറയാണ്,
എന്ത് ഈ ലോകത്തിലെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ട് നരകത്തിലെ ചൂട്. എന്നിട്ട് അതിന്റെ ആ നരകത്തിന്റെ അടിയിൽ നിന്ന് ഒരു മരം മുളക്കുമോ? ഇങ്ങനെയൊക്കെ ശൈത്താൻ ഓരോ ഹിക്മത്തുകൾ ഇങ്ങനെ അതിന്റെ ഔലിയാക്കൾക്ക് നൽകും. എന്നിട്ട് ആ ആൾക്കാർ ഇതിങ്ങനെ പ്രചരിപ്പിക്കും. അത് നമ്മൾ കേട്ട് ഖുർആനും ഹദീസിനെതിരെ നമ്മൾ നിലപാട് സ്വീകരിച്ചാൽ, ഖുർആനിലും ഹദീസും സ്ഥിരപ്പെട്ടതിനെതിരെ ഇവരുടെ വാക്കുകൾ നമ്മൾ സ്വീകരിച്ചാൽ അവരെ നമ്മൾ മതവിധികൾ നടത്തുന്നവർ എന്ന നിലക്ക് അംഗീകരിക്കുകയാണ്. അള്ളാഹ്ക്ക് പങ്കുകാരായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ് എന്നർത്ഥം. അത് മഹാ അപകടമാണ്. ഇമാം അഹ്മദ് പറയാണ്, എജിബ്തു ലിഖാഉമിൻ, ഒരു കൂട്ടരെ പറ്റി എനിക്ക് അത്ഭുതമാണ്, ഞാൻ അത്ഭുതപ്പെടുന്നു. അറഫുൽ ഇസ്നാദ വ സിഹ്ഹതഹു, അവർക്ക് സനദ് അറിയാം, ഹദീസിനെ പറ്റിയുള്ള വിവരമൊക്കെ അവർക്ക് അറിയാം. ഒരു ഹദീസ് എങ്ങനെയാ സഹിയാകുക എന്നുള്ളതിനെ കൃത്യമായി പഠിച്ചവർ. അതുപോലെ എന്നിട്ട് യദ്ഹബൂന ഇലാ റഈ സുഫിയാൻ, ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ സുഫിയാന്റെ അഭിപ്രായം എന്താ എന്ന് നോക്കി പോവുകയാണ്. വല്ലാഹു തആല യഖൂൽ, അള്ളാഹു പറയുന്നു. അപ്പോൾ ഒരു ഹദീസ് സഹിയാണ് ഇവിടെ, അതുണ്ടാകുമ്പോഴും പിന്നെ വേറെ ചില ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് പോകുന്ന മനുഷ്യരുടെ വിഷയത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഇതാണ് ആര് പറയുന്നത്? അഹ്മദ് ബിൻ ഹംബൽ. എന്നിട്ടൊരു ആയത്തോതി അദ്ദേഹം, അള്ളാഹു പറയുന്നുണ്ട്, ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന വരും. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരും. ഇതവർ പേടിക്കട്ടെ. സൂറത്ത് നൂറിൽ 63-ാമത്തെ ആയത്താണ്. ഈ ഫിത്നയെ അഹ്മദ് ബിൻ ഹംബൽ ശിർക്ക് എന്നാണ് വിശദീകരിച്ചത്. കാരണം റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടൊരു വിഷയം ഇവിടെ നിൽക്കുക, എന്നിട്ട് പിന്നെ നേതാക്കൾ എന്താ പറയണത്, മറ്റോലെന്താ പറയണത്, ഇന്റെ കക്ഷി എന്താ പറയുന്നത് നോക്കുക. അപ്പൊ എന്താ, തന്റെ കക്ഷിക്ക് അള്ളാന്റെ നിയമത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ്. അതിനാണ് ഇവിടെ ശിർക്ക് എന്ന് പറയുന്നത് പണ്ഡിതന്മാര്. അതെങ്ങനെ ഹലാലും ഹറാമും തീരുമാനിക്കൽ അള്ളയാണ്. അള്ളാന്റെ റസൂലിലൂടെയും അത് ആ കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞു തരും. ഇതല്ലാതെ അതിൽ സ്ഥിരപ്പെട്ടതിനെതിരെ നമ്മൾ ഹലാലും ഹറാമും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ വലിയ വിഷയമാണ്. ഇനി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ്, അതിന്റെ വിശദീകരണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ആലു ഷെയ്ഖ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, ഫൽ വാജിബ് അലാ കുല്ലി മുക്കല്ലഫ്, നമുക്കൊക്കെ എല്ലാ മുക്കല്ലഫിനും അള്ളാന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രായം സമയമൊക്കെ എത്തിക്കഴിഞ്ഞ ആള് ആണ് മുക്കല്ലഫ് പറയാം. ഭ്രാന്തന് ആ നിയമം ബാധകമല്ല, ചെറിയ കുട്ടികൾക്കെല്ലാം ബാധകമല്ല. അപ്പൊ ഇത് ബാധകമായ ഏതൊരാളും ഇതാ ബലഗുദ്ദലീൽ, അവന് തെളിവ് വന്നു കഴിഞ്ഞാൽ, തെളിവ് അവന്റെ മുമ്പിലെത്തി, പരിശുദ്ധ ഖുർആൻ ഹദീസ് മിൻ കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി വ ഫഹിമ മഅനാ ദാലിക്, അതിന്റെ ആശയം അവന് മനസ്സിലായി, ഈ ആയത്തിന്റെ ഹദീസിന്റെ അർത്ഥം ആശയം അവന് മനസ്സിലായി എങ്കിൽ അൻ യൻതഹിയ ഇലൈഹി, പിന്നെ അതിലേക്കാണ് നിൽക്കണം. പിന്നെ മറ്റവരെങ്ങനെ ഇവരെങ്ങനെ എന്ന് നോക്കരുത്. വയഅമല ബി, അതനുസരിച്ച് അമല് ചെയ്യണം. വൈൻ ഖാലഫഹു മൻ ഖാലഫു, ആരതിനെതിരാണെങ്കിലും, ചിലപ്പോൾ ഒരു കക്ഷി, ഒരു സംഘടന, ഒരു പാർട്ടി ഒന്നടങ്കം അതിനെതിരാവാം. ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എതിരായി എന്ന് വരാം. അങ്ങനെ ആരൊക്കെ എത്ര വലിയ ആളെതിരായാലും ഖുർആൻ ഹദീസ് ഈ വിഷയത്തിൽ ഇവർക്ക് എതിരാണെങ്കിൽ അവിടെ നിൽക്കുക എന്നാണ്. ഇമാം ഇബ്നു അബ്ബാസ് പറഞ്ഞു, യൂഷിക്കു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ്സമാ, നിങ്ങൾക്ക് മേൽ ആകാശത്തു നിന്ന് പാറകൾ വീഴാറായിട്ടുണ്ട്. അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ, വ തഖൂലുന, നിങ്ങൾ പറയാണ്, ഖാല അബൂബക്കർ വ ഉമർ, നിങ്ങളെന്താ പറയണം, അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയണം. ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞ ഏറ്റവും നല്ല മനുഷ്യന്മാരാണിത്. ഒരു വിഷയത്തിൽ റസൂലിന്റെ സുന്നത്ത് ഇങ്ങനെയാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പം ആരോന്ന് പറഞ്ഞു, അബൂ സിദ്ദീഖ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ മീതെ ആകാശത്തുനിന്ന് പാറകൾ വീഴാറായിട്ടുണ്ട്. ഞാൻ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കർ പറഞ്ഞു എന്നാണോ പറയുന്നത്? ഇനി വഖാല ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ, ഈ പറഞ്ഞ കിതാബ് തൗഹീദിന്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ മജീദ് എന്ന പുസ്തകത്തിൽ പറയുന്നു, വൈൻ അതാഅ്തുമൂഹും ഇന്നക്കും ല മുശ്രിക്കൂൻ എന്നല്ലേ, അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയെന്ന് നേരത്തെ പറഞ്ഞു അൻആമിലെ 121-ാമത്തെ ആയത്തിൽ. അതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാം, വഹാദാ വഖഅ ഫീഹി കസീറുൻ മിനന്നാസ്, ഈ ശിർക്കിൽ ഒരുപാട് ആൾക്കാർ അകപ്പെട്ടിട്ടുണ്ട്. ഈ ശിർക്കിൽ മാമൻ ഖല്ലദും, അവരാരെയാണോ തഖ്ലീദ് ചെയ്ത് അവരുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ,
ചിലർ സംഘടനയെ തഖ്ലീദ് ചെയ്തിട്ടുണ്ടാവും, ചിലർ നേതാക്കളെ തഖ്ലീദ് ചെയ്തിട്ടുണ്ടാവും. അതിനെതിരെ ഖുർആൻ ആയത്തുണ്ട്, ഇവിടെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരിത് പരിഗണിക്കാതെ അവരാരെയാണോ തഖ്ലീദ് ചെയ്യുന്നത് അവരെ പരിഗണിച്ചാൽ മതവിധികൾ ഉണ്ടാക്കാൻ അവരെയും ഇവർ അള്ളാഹ്ക്ക് പങ്കാളികളാക്കി അങ്ങനെ അവർ ശിർക്കിലകപ്പെടുന്നുണ്ട്. ഈ ശിർക്കിലകപ്പെട്ടവർ ധാരാളമുണ്ട്. ലി അദിമി ഇത്തിബാരിഹിം അദ്ദലീൽ, അവർ തെളിവ് നോക്കാത്തത് കൊണ്ട്, പരിഗണിക്കാത്തത് കൊണ്ട്. ഇദാ ഖാലഫൽ മുഖല്ലദ്, അവർ തഖ്ലീദ് ചെയ്യുന്ന ആള് ആരാണോ അവർക്കെതിരാണ് ഈ തെളിവ് എന്നുള്ളത് കൊണ്ട് അവർ തെളിവല്ല എടുക്കുന്നത്, ഈ വ്യക്തിനെയാണ്. വഹാദാ മിന ശിർക്ക്, ഇത് ശിർക്കിൽപ്പെട്ടതാണ്. വമിൻഹും മൻ യഗ്ലൂ ഫീ ദാലിക, വേറെ ചിലർ അതിര് കവിഞ്ഞിട്ട് അവർ വയത്തഖിദ് വിശ്വസിക്കുന്നുണ്ടെന്നറിയും. ഇന്നൽ അഖദ ബിദ്ദലീൽ വൽ ഹാലത്തു ഹാദി, ഈ നേരം ആ തെളിവെടുത്താൽ, നമ്മുടെ പാർട്ടി ഒന്നടങ്കം ഇങ്ങനെയാ പണ്ട് പറഞ്ഞു പോകുന്നത്, ഈ നേരം നമ്മളിപ്പോ ഈ തെളിവെടുത്ത് കഴിഞ്ഞാൽ യുക്റദ്, ഈ തെളിവെടുക്കൽ കറാഹത്താണ്, അയ്യുഹറമല, ആ തെളിവെടുക്കൽ ഹറാമാണ് എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾ പറഞ്ഞതുപോലെ മതി എന്ന നിലക്ക് വന്ന ഫഅളുമത്തിൽ ഫിത്ന, ഫിത്ന പിന്നെയും ഭയങ്കരത അതിന് കൂടി, അത് ഫിത്ന വീണ്ടും കൂടി. അപ്പോൾ യഖൂലൂന, അവർ എങ്ങനെയാണ് അലവും മിന്നാബില്ലതില്ല, നേതാക്കൾക്കൊക്കെ തെളിവ് അറിയാതിരിക്കുവോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ഇങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അകലൽ. അപ്പൊ ഇത് ഇങ്ങനെയുള്ളൊരു ശിർക്കാണ് ഈ പറഞ്ഞത്. ഇതിലകപ്പെട്ടാലും മനുഷ്യന്മാരെന്ത് ചെയ്യാം, അവരൊരു ഭാഗത്ത് ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അത് വേറെ ഭാഗത്തൂടെ ഇങ്ങനെ ലീക്കായി പോകണമെന്ന് അവരറിയില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ വിളി, അതാണ് നമ്മുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തീരുമാനിക്കുക. ഇനി നമ്മുടെ അമലുകൾ പൊളിയുന്ന കാര്യമാണ് അൽ ഇസ്തിഹ്സാ ബില്ലാ, അള്ളാഹുവിനെ പരിഹസിക്കൽ, ഔ റസൂൽ അല്ലെങ്കിൽ റസൂലിനെ പരിഹസിക്കൽ, ഔ ആയാത്തി അവന്റെ ആയത്തുകളെ, ഔ സുന്നത്തി റസൂലിന്റെ സുന്നത്തുകളെയൊക്കെ പരിഹസിക്കുക. അപ്പൊ വളരെ നിസ്സാരമായ ഒരു കാര്യം അവർക്ക് പലർക്കും തോന്നും. പക്ഷേ ഖുർആനിലെ ഒരു ആയത്തിനെ ഒരാൾ പരിഹസിച്ചാൽ, അല്ലെ റസൂലിനെ ഒരാൾ കളിയാക്കിയാൽ, അല്ലെങ്കിൽ ആയത്തിനെ അല്ലെങ്കിൽ ഹദീസിനെയൊക്കെ പരിഹസിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ചില പദങ്ങൾ, ചില പ്രവൃത്തികൾ ഒരാളെ കാഫിറാക്കുന്നു പറഞ്ഞ അയിപ്പെട്ട വിഷയമാണ് ഇതൊക്കെ. ഇത് കാഫിറാക്കുന്ന വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 65-66 ആയത്തിൽ പറയാം, ഖുൽ പറയുക പ്രവാചകരെ, അബില്ല അള്ളാഹുവിനെയാണോ, ആയാത്തി അവന്റെ ആയത്തുകളെയാണോ, റസൂലി അവന്റെ ദൂതനെയാണോ, കുൻതും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിക്കുന്നത്, ലാ തഅ്തദിറു നിങ്ങൾ ഇനി ഒഴിവ് കഴിവ് പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായി മാറിയിട്ടുണ്ട്, നിങ്ങൾ കാഫിറായിട്ടുണ്ട്. എന്താ പോലും ചെയ്തത്? ഇത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നിങ്ങൾക്ക് അതിനെ തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അവരെന്താ ചെയ്യണം? മുസ്ലിങ്ങളെ കളിയാക്കുക ചെയ്തത്, മോമിനീങ്ങളെ. എന്താ ഒരു ചെയ്തു പോലും അതനുസരിച്ച് ജീവിച്ചു എന്നർത്ഥം. അപ്പം അതനുസരിച്ച് ഇതിന്റെ പേരിൽ അവരെ പരിഹസിച്ചു. അതുകൊണ്ട് അത് എങ്ങോട്ടാ എത്തുന്നത്? അള്ളാന്റെ ദീനനുസരിച്ചത് കൊണ്ടാണല്ലോ പരിഹസിക്കുന്നത്. അതുകൊണ്ട് റസൂല് പഠിപ്പിച്ചതുകൊണ്ട് റസൂലിലേക്ക് എത്തും. റസൂല് തന്നിഷ്ടപ്രകാരം അല്ല പറയുന്നത്, അള്ള പറഞ്ഞു കൊടുത്തത് കൊണ്ട്, അതുകൊണ്ട് അത് അള്ളാഹുലേക്ക് എത്തും. അപ്പൊ മോമിനീങ്ങളെ പരിഹസിച്ചതിന് അള്ള പറയും, നിങ്ങൾ അള്ളാഹുവിനെയാണോ, അവന്റെ ആയത്തുകളെയാണോ, അവന്റെ ദൂതനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ താത്തർ നിങ്ങൾ ഇനി ഒരു ഒഴിവ് കഴിവും പറയണ്ട, ഖദ് കഫർത്തും നിങ്ങൾ കാഫറായി മാറിയിട്ടുണ്ട്, ബഅദ ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഫൗസാന്റെ ഒരു വാചകം പറയാം, വ മിസ്ല ഹാദ ഇതുപോലെ തന്നെയാണ് അൽ ഇസ്തിഹ്സാഉ ബിസ്സുന്ന അസ്സാബിത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ പരിഹസിക്കുന്നത് ഈ ഗണത്തിൽപ്പെടും, കാഫറാകുന്ന വിഷയത്തിൽപ്പെടും. കല്ലദി യസ്തഹ്സിഉ ബി ഇഫാഇലിഹ, ഒരാൾ താടി നീട്ടി വളർത്തി അതിനൊരാൾ കളിയാക്കിയാൽ ഈ ഇനത്തിൽപ്പെടും. വ ഖസ്സു ശാരിബ്, അതുപോലെ അയാൾ മീശ വെട്ടുന്നു, അതൊക്കെ എന്താ റസൂല് പറഞ്ഞിട്ടാണ്, അതിനൊരുത്തൻ പരിഹസിച്ചാൽ ഈ ഗണത്തിൽ വരും, കാഫറാവുന്ന ഗണത്തിൽ വരുമെന്ന് ഞാനല്ല ഈ പറയുന്നതൊക്കെ, ഇത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ പണ്ഡിതന്മാർ പറയാം. ഔ യസ്തഹ്സിഉ ബി സിവാക്ക്, അല്ലെങ്കിൽ ഒരാൾ സിവാക്ക് ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്, അതൊക്കെ ഈ ഗണത്തിൽ വരും. ഔ വൈരി ദാലിക, അതല്ലാത്തതൊക്കെ ഇസ്തിഹ്സാ ബിൽ അംരി ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട്, വൻ നഹിയനിൽ മുൻകർ ചീത്ത വിരോധിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഈ ഗണത്തിൽ പെടും എന്ന് ഷെയ്ഖ് ഫൗസാൻ തന്റെ അൽ ഇർഷാദ് ഇലാ സഹീൽ ഇത്തിഖാദ് എന്ന പുസ്തകത്തിൽ പറയാം. അപ്പൊ കാഫിറാകുന്ന വിഷയമാണ് നമ്മൾ ചെയ്ത അമലുകൾ. ഒരു ഭാഗത്ത് അമലുകൾ ചെയ്യുന്ന, പക്ഷെ അത് പൊളിഞ്ഞു പോകുന്ന പണി വരാൻ പാടില്ല. കുഫറാകുന്ന, ശിർക്കിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ കാഫിറാകുന്ന ഒരു പണിയും കൂടി പറയട്ടെ ഇവിടെ, അത് സിഹിറാണ്. സിഹിർ
സിഹിർ ചെയ്യാറിന് മാരണം ചെയ്യുക, സിഹിർ, അത്തുഫ്, അതുപോലെ സൊർഫ്, അതിന്റെ ഇനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അത്തുഫ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൂട്ടി ഇണക്കാൻ വേണ്ടിയിട്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുകയാണെങ്കിൽ ഓരെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി സാഹിറന്മാർ സിഹിർ ചെയ്യും. അതുപോലെ സിഹിറു തഫ്രീഖ് അല്ലെങ്കിൽ സിഹിറു സൊർഫ്, മാന്യമായി നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവർക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിഹിർ ചെയ്യുന്ന ഏർപ്പാട്. അങ്ങനെ പല സിഹിറും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിഹിർ ചെയ്താൽ, സിഹിർ ചെയ്യുന്ന പണി കുഫറിന്റെ പണിയാണ്, കാഫിറാണ്. സാഹിർ കാഫിറാണെന്ന് പറയാം. സിഹിർ ചെയ്യുന്ന ആള് കാഫിറാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വചനം എങ്ങനെയാണ്? സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്ത്, വത്തബൗമാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആധിപത്യത്തിൽ, ആ ആധിപത്യത്തെപ്പറ്റി പിശാചുക്കൾ അവർക്ക് ഓതിക്കൊടുക്കുന്നത്, അതിനെ അവർ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ശൈത്താന്മാര് ദുർബോധനം കൊടുക്കും മിത്രങ്ങൾക്ക്, അതനുസരിച്ച് ആൾക്കാർ പിന്നെ നടക്കുന്നത്. ഇവിടെയും സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആധിപത്യം, അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായി, ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ കൈക്ക് അള്ളാഹ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം സിഹിർ ചെയ്തതുകൊണ്ടായിരുന്നു എന്നൊക്കെ ശൈത്താന്മാര് പ്രചരിപ്പിച്ചു. ഈ ശൈത്താന്മാരെ പ്രചാരം അള്ളാന്റെ സന്ദേശം ഒഴിവാക്കിയിട്ട് പിന്നെ ജനങ്ങളെ ഏറ്റെടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. വമാ കഫർ സുലൈമാൻ, എന്നാൽ സിഹിർ ചെയ്തുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം കാഫറായിട്ടില്ല. സിഹിർ ചെയ്താൽ കാഫറാവും. വലാകിന്ന ശയാത്തീന കഫറു, കാഫിറീങ്ങളായത് ശൈത്താന്മാരാണ്. കാരണം യുഅല്ലിമൂനന്നാസ സിഹിർ, അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സിഹിർ പഠിക്കലൊക്കെ കുഫറിന്റെ പണിയാണ്, പഠിപ്പിച്ചു കൊടുക്കലൊക്കെ ചെയ്താൽ കാഫറാവും. വമാ ഉൻസില അലൽ മലക്കേനി ബി ബാബില ഹാറൂത്ത വ മാറൂത്ത്, ബാബിലോണിയയിൽ 2 മലക്കുകൾ, ഹാറൂത്ത് മാറൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന 2 മലക്കുകളുടെ മേൽ ഇറക്കപ്പെട്ടതും ഇവരിങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഈ 2 മലക്കുകളും ആർക്ക് ഈ കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും, എത്താ യഖൂല ഇന്നമാന ഹനഫിത്ത്, ഇതൊരു പരീക്ഷയാണ്, ഇത് വേറെ ആരും പഠിച്ചാൻ പോയിട്ട് പിന്നെ കാഫിറായി മാറണ്ട, ഫലാത്തക്കുഫൂർ, കാഫിറാൻ പോകണ്ട, അതാരും പഠിക്കണ്ട, സിഹിറൊന്നും പഠിക്കാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പൊ ഏതായാലും ശരി, സിഹിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാഫിറാണ് പണിയാണ്. അതാണ് 7 മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ശിർക്ക് കഴിഞ്ഞാൽ സിഹിറിനേക്ക് എണ്ണിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമൂഹങ്ങൾ ഒരുപാടുണ്ട്. മനുഷ്യന്മാരറിയാതെ അവർ ഞങ്ങൾ നബിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ മലക്കുകളെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ഖലാ-ഖദറിൽ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പലതും പറയും. പക്ഷേ അഖീദ 100% ക്ലിയർ ആവണം. അവിടെ തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ. ഇതൊക്കെ വലിയ വലിയ തെറ്റുകളാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. എന്നാൽ ഇത് ശിർക്കും കുഫറുമല്ലാത്ത കുറെ തെറ്റുകൾ, വലിയ തെറ്റുകൾ എന്ന നിലയ്ക്ക് തന്നെ ഇസ്ലാം പഠിപ്പിച്ച തിന്മകൾ, അത് ചെയ്താൽ അതും കൂടി ഇതിന്റെ കാര്യത്തിൽ തൊട്ട് താഴെ പണ്ഡിതന്മാർ പറയുന്ന ഞാൻ പറയുന്നത്. അതിന്റെ വിധി എന്താ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹാബീലിനെയും ഹാബീലിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ചില തിന്മകൾ, ശിർക്കല്ലാത്ത ചില തിന്മകൾ, അതിന് താഴെയുള്ള തിന്മകൾ മനുഷ്യൻ ചെയ്താൽ അതോടുകൂടി കാഫിറാകുമോ? ഈ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വീക്ഷണം എന്താണ്? എന്നാൽ ചില കക്ഷികളുടെ വീക്ഷണം എന്താണ്? ഏതൊരു തിന്മ ചെയ്താലും കാഫിറായി മാറും എന്ന് വിചാരിക്കുന്നവരാണ് ഖവാരിജികൾ എന്ന് പറയും. ഒരാളിപ്പോ മദ്യപിച്ചു എന്നവൻ കാഫിറായി, കാലാകാലം നരകത്തിലാണെന്നാണ് ഒരു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ശിർക്കിന്റെ താഴെയുള്ള വേറെ തിന്മകളെ പറ്റി കൂട്ടത്തിൽ നമ്മളപ്പോ ഒന്ന് മനസ്സിലാക്കണം. ശിർക്ക് വന്നാൽ ഒരാൾ മുശ്രിക്കായി മരിച്ചാൽ കാലാകാലം നരകം തന്നെ, ഒരാൾ കാഫിറായിട്ട് മരിച്ചാൽ പിന്നെ ഒന്ന് നരകത്തിൽ തന്നെ, യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് അതിന്റെ താഴെയുള്ള കുറെ തിന്മകളോ അത് ചെയ്താലും കാഫിറുകളാണ് എന്നാണ് ഖവാരിജികൾ പറയുന്നത്. അവർ ഈ വിഷയത്തിൽ തീവ്രവാദികളാണ്. അവരുടെ നേതാവ് ദുൽ ഖുവൈസിറ എന്ന ആളാണ്. അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളായിരുന്നു. അയാൾ റസൂൽ ഒരിക്കങ്ങനെ ഗനീമത്ത് സ്വത്ത് വിഭജിക്കുമ്പോൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഇത്തഖില്ലാ, അള്ളാഹെ സൂക്ഷിക്കണം, ഇതിൽ നീതി കാണിക്കണം, യാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പൊ റസൂലിന് തന്നെ അയാൾക്ക് തഖ്വ മതിയാവുന്നില്ല, അത്ര വലിയ തീവ്രവാദം. ആ നേരം സഹാബികൾ ചോദിച്ചു, അയാളെ കൊന്നു കളയട്ടെയോ? റസൂൽ പറഞ്ഞു വേണ്ട. പിന്നെ റസൂൽ പറഞ്ഞു, ഇന്നമിൻ ഹാദ, ഇവന്റെ മുതുകിൽ നിന്ന്
ഇത് ഇമാം ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസാ. ഖൗമൻ, ഒരു ഖൗമ് വരും, ജനത, യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും, ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ടം കുഴിയുന്നുണ്ട് ഇറങ്ങൂല, ഖുർആനൊക്കെ നന്നായി ഓതും, പക്ഷെ അതിന്റെ ആശയങ്ങളൊന്നും അവരുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. യംറുഖൂന മിനൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. മുറൂഖ സഹ്മി മിനർ റമിയ, ഒരു ഉരുവിൽ നിന്ന് അമ്പ് തുളച്ച് പുറത്തേക്ക് പോകും പോലെ. ഒരു ഉരുവിനെ ശക്തമായ ഒരു അമ്പ് തറച്ചാൽ അതങ്ങോട്ട് പുറത്തേക്കാണ് പോകും. അപ്പൊ എന്തെങ്കിലും അവശേഷിക്കുക, വല്ല രക്തത്തിന്റെ എന്തെങ്കിലുമൊക്കെ അംശം. ഇതുപോലെ ഇസ്ലാമിന്റെ എന്തെങ്കിലും ചിലത് ബാക്കി ഉണ്ടാവുള്ളൂ. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവർ മുസ്ലിങ്ങളെ കൊല്ലും. അവർ വയദഊന അഹ്ലൽ ഔസാൻ, എന്നാ വിഗ്രഹാരാധകർ മറ്റൊരുക്കുണ്ട്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവര് മുസ്ലിങ്ങളെ കൊല്ലുകയാണ്. അതുകൊണ്ട് ഇവർ പിന്നെ പിൽക്കാലത്ത് അലീബിൻ അബി താലിബിന്റെ കാലത്താണ് വന്നിട്ടുള്ളത്. അലീബിൻ അബി താലിബും അതുപോലെ അതിൽ ആ കാലഘട്ടത്തിലുള്ള സഹാബികളൊക്കെ കാഫിറാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഈ ഖവാരിജികളുടെ വിശ്വാസം ഇവരൊക്കെ കാഫിറുകളാണ്. കാരണം അലീബിൻ അബി താലിബും അതുപോലെ മുആവിയയും അവരൊക്കെ മനുഷ്യന്മാരെ വിധികർത്താക്കളാക്കി. അതുകൊണ്ട് അവർ വലിയ തെറ്റ് ചെയ്തു. വലിയ തെറ്റ് ചെയ്താൽ അവൻ കാഫിറാണ് എന്ന നിലക്കായിരുന്നു ഇവരുടെ ഫത്വ. എന്നാൽ ഇങ്ങനെ ശിർക്കും കുഫറും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജാതി ഷിർക്കിൽ അല്ലാത്ത വേറെ കുറെ തിന്മകളുണ്ട് എന്ന് പറഞ്ഞാൽ അന്നല്ലദീ യത്റുകുമാ അൽസമഹുല്ലാ ബിഹി മിനത്ത് തവാഅത്ത്, അല്ലാഹ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നിർബന്ധം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതല്ലെങ്കിൽ അള്ളാഹു നമ്മോട് ഇന്ന കാര്യങ്ങൾ ഹറാമാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ സിന, വ്യഭിചാരം, വരിബ, പലിശ, അക്ലി മാലിൽ യതീം, യതീമിന്റെ ധനം തിന്നൽ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാളങ്ങോട്ട് ചെയ്തു നോക്കുക, അവന്റെ ഈമാൻ അത് വികൃതാക്കിയിട്ടുണ്ട്, അവന്റെ ഈമാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട്, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ ഇങ്ങനൊരു തിന്മ ഒരാൾ ചെയ്തത് കൊണ്ട് കാഫിറാകുമോ? അയാളെപ്പറ്റി കാഫിർ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ്? ഇദാലം യക്കുൻ ജാഹിദല്ലിൽ അവ്വൽ, അല്ലാഹ് ചിലതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു, അത് ഞാൻ നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ചിലതങ്ങനെ നിഷേധിക്കും, ഞാനത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ കാഫിർ തന്നെ, ഇത് തർക്കമൊന്നുമില്ല. വലാ മുസ്തഹില്ലൽ ലിസാനി, അല്ലെങ്കിൽ അള്ളാഹ് കള്ള് ഹറാമാക്കി, അതുപോലെ പലിശ ഹറാമാക്കി, യതീമിന്റെ സ്വത്ത് തിന്നാൻ പാടില്ല, അതൊന്നും പ്രശ്നമില്ല, അത് ഹലാൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവ ഹലാലാക്കിയിട്ടില്ലെങ്കിൽ, ഹലാലാക്കിയവൻ കാഫിറാണ്, യാതൊരു സംശയവുമില്ല. കാരണം അള്ളാന്റെ നിയമത്തിനെതിരെ വരും. ഇതൊന്നുമില്ല, അവന് കുറ്റബോധമുണ്ട്, കള്ളുടിക്കാൻ പാടില്ല എന്ന് അവൻ അറിയാം, എന്നാലും അങ്ങനെ അങ്ങ് ചെയ്തു പോയി, എന്നാലും അവൻ കാഫിറാണെന്നാണ് ഇവര് പറയണേ, അത് ഖവാരിജികൾ. എന്നാൽ അങ്ങനെ വരുമ്പം അവൻ കാഫിറാകുന്നില്ല. മറിച്ച് തിന്മ ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരുടെ ഈമാൻ കുറയും. അതാണല്ലോ ഈമാൻ യസീദു വ യൻഖുസു എന്ന് പറയുന്നത്. ഈമാൻ കൂടും. എങ്ങനെ? അമലുകൾ ചെയ്യുന്നതോറും ഈമാൻ കൂടും. എന്നാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറഞ്ഞു വരും. ഇതാണ് ആ വിഷയത്തില് സലഫികളുടെ വീക്ഷണം. അത് വെറുതെ അല്ല, പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇത് കാഫിർ ആവുകയില്ല എന്നതിന് കുറെ തെളിവുകൾ, ചില തെളിവുകൂടെ പറയണം. അതിലൊന്നിങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ശിർക്ക് വെക്കുന്നത് പുറത്തു കൊടുക്കൂല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ കാഫിറുകളാണെങ്കിൽ കാലാകാല നരകത്തിലാണല്ലോ. അപ്പൊ ശിർക്ക് വരാത്ത ആളാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ പുറത്തു കൊടുക്കും എന്നാണ് ഈ പറഞ്ഞത്. ചിലത് പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുക്കും, ചിലത് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ശിർക്കല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവന്റെ കുറ്റം മാപ്പാക്കി കൊടുക്കും. വേറൊരു ഹദീസിൽ ഇങ്ങനെയുള്ളത്, യബ്ന ആദം, ആദമിന്റെ മകനെ, ഇന്നക ലൗ അതൈതനി ബി ഖുറാബിൽ അർളി ഖതായ, നീ എന്റെ അടുത്തേക്ക് ഭൂമിയുടെ അത്ര തെറ്റ് ചെയ്തു വന്നാലും, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ, എന്നിട്ട് എന്നിൽ നീ ശിർക്ക് വെക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ, ലാ അതൈതുക ബി ഖുറാബിയ മഗ്ഫിറ, ഭൂമിയുടെ അത്ര മഗ്ഫിറത്തും ഞാൻ നിനക്ക് നൽകും, നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരും. അപ്പൊ എന്താ, വലിയ തെറ്റുകൾ വന്നാൽ കാഫിറായി എന്ന് പറഞ്ഞാൽ പിന്നെ നരകത്തിലായി, കാലാകാലം നരകത്തിൽ നിന്നാണ്. ഖവാരിജികൾ പറയുന്നതും മുഅ്തസില വിഭാഗം പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ വലിയ തെറ്റാണ് ഇപ്പൊ പലിശ, അതുപോലെ വ്യഭിചാരം, യതീമിന്റെ സ്വത്ത് തിന്നാന്നൊക്കെ പറഞ്ഞ വലിയ തെറ്റാണല്ലോ. ഇങ്ങനെ തിന്മകളൊക്കെ ചെയ്താൽ അവർ കാലാകാല നരകത്തിൽ തന്നെയാണ്. മുഅ്തസിലിയാക്കളും അങ്ങനെ തന്നെ പറയുന്നത്.
ഖവാരിജികളും അങ്ങനെ തന്നെ പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം, ഈ പറഞ്ഞത് ഇമാം തിരുമിദിയാണ്. ഇനി ഇമാം മുസ്ലിമിന്റെ ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: വമൻ ലഖിയനി ബി ഖുറാബിൽ അർളി ഖതിഅതൻ, ഭൂമിയുടെ അത്ര തെറ്റുമായി ഒരാൾ എന്നെ കണ്ടുമുട്ടി എന്ന് വെക്കുക. ലാ യുശ്രികു ബി ഷൈഅൻ, പക്ഷെ ശിർക്ക് വെച്ചിട്ടില്ല എങ്കിൽ ലഖീതുഹു ബി മിസ്ലിഹാ മഗ്ഫിറ, ഞാൻ അവനെ കണ്ടുമുട്ടും അത്രയും മഗ്ഫിറത്തുമായിട്ട്, പാപമോചനവുമായിട്ട് എന്നാ പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ ഇത്ബാൻ ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലന്നാർ, അല്ലാഹ് നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട രൂപത്തിൽ പറയാൻ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില ഷർത്തൊക്കെ ഉണ്ട്, ഇനി വരും. എങ്കിൽ അള്ളാഹു അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നരകം ഹറാമാക്കിയിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ഒരാൾ ശിർക്ക് വെക്കാതെ മരിച്ചു പോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇതുപോലെ ശഫാഅത്തിന്റെ ഹദീസിലെ അള്ളാഹു പറയുന്നതായ ഖുദ്സിയ ഹദീസിലുള്ളത് എന്താ? ഇന്നല്ലാഹ യഖൂൽ, അള്ളാഹു പറയും, ഇമാം ബുഖാരിയുള്ള ഹദീസാണ്, വ ഇസ്സത്തി വ ജലാലി, എന്റെ മഹത്വമാണ്, ഇസ്സത്താണ് സത്യം, വ കിബിരിയായി വ അളമത്തി, എന്റെ മഹത്വം, അളമത്ത്, കിബിരിയ, ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യാം. ലഉഖ്രിജന്ന മിൻഹ, ഞാൻ ഈ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ നരകത്തിൽ ഒരു പോയിട്ടുണ്ടെങ്കിലും അവരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ തിന്മകൾ ചെയ്താൽ കാഫറും മുശ്രിക്കും ആവുകയാണെങ്കിൽ അയാളെ നരകത്തിൽ നിന്ന് പോരുന്ന പ്രശ്നമല്ല. അപ്പൊ പിന്നെ ഇതോടുകൂടി അവളെ കാഫിർ എന്ന് പറയാവതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇമാം അബൂ സഈദ് അൽ ഖുദരി പറഞ്ഞ ഒരു ഹദീസ് കൂടി, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യദ്ഖുലു അഹ്ലുൽ ജന്ന അൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, വ അഹ്ലുൻ നാർ അന്നാർ, നരകക്കാർ നരകത്തിലും. സുമ്മ യഖൂലുല്ലാഹ്, പിന്നെ അല്ലാഹു പറയും, അഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ മിൻ ഈമാൻ, അണുമണിത്തൂക്കം ഹൃദയത്തിൽ ഈമാനുള്ളവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരൂ നരകത്തിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ തെറ്റ് ചെയ്തവർ, അതുപോലെ അവർ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതെ മരിച്ചുപോയി എന്ന് വെക്കുക. എന്നാ ഹുവ മുഅ്മിനുൻ ബി ഈമാനിഹി, അവൻ മുഅ്മിനാണ് ഈമാൻ കൊണ്ട്. എന്നാ ഫാസിഖുൻ ബി കബീറത്തിഹി, വലിയ തെറ്റ് ചെയ്തുകൊണ്ട് അവൻ ഫാസിഖാണ്. അവന് എപ്പോഴെങ്കിലൊക്കെ മുവഹിദാണ്, ഈ മുശ്രിക് അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട് എന്നാ പറയുന്നത്. എന്നാൽ ഈ ഖവാരിജീങ്ങൾ, ഇവർക്ക് ഇപ്പം എന്താ അതിൻ്റെയൊക്കെ തെളിവ്? കാഫുറാണെന്ന് പറയുന്നത്. ഈ വിദഗ്ധത്തിന്റെ കക്ഷികളെ തെളിവ് പിടിക്കലൊന്നും അതിനെ വസ്തുനിഷ്ഠമായ രൂപത്തിലായിരിക്കൂല. ഏതെങ്കിലും ഒരു ഭാഗം പിടിക്കും, വേറൊരു ഭാഗം, ഒരുപാട് ഭാഗം അവർ ഒഴിവാക്കും. അതിൻ്റെ ഒരു സാമ്പിൾ മാത്രം പറയണം, അവരുടെ എല്ലാ തെളിവുകളല്ല. പിന്നെ അതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ഇവർ പറയുന്നത് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, സമ്മാ ബഅദ ദുനൂബി ഫിസ്ഖ, ചില തിന്മകൾക്ക് അള്ളാഹ് എന്താ പേരിട്ട്? ഫിസ്ഖ് എന്നാണ്, അധർമ്മം. കഖൗലി, ഏതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളിൽ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖ് അധർമ്മ കാര്യങ്ങളുടെ അടുത്തേക്ക് ഒരു വിവരമായിട്ട് വന്നാൽ നിങ്ങൾ ഉറപ്പുവരുത്തണം, ഉടനാണ് സ്വീകരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഫാസിഖ് എന്നത് അള്ളാഹ് ഉപയോഗിച്ചു. ആർക്ക്? കാദിബിന്, ഒരു കള്ളന് ഇവിടെ ഫാസിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നുണ പറയുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉടനെ തന്നെ സ്വീകരിക്കരുത്. ഇതൊക്കെ ഇവരുടെ ന്യായങ്ങളാണ്. അവർ ഇവിടെ ഈ ആയത്തിനെ പറ്റി അവരുടെ വ്യാഖ്യാനം. അതുപോലെ സിബാബുൽ മുഅ്മിൻ ഫുസൂഖുൻ, മുഅ്മിനിനെ ചീത്ത പറയൽ ഫുസൂഖാണ് എന്നുള്ള പറഞ്ഞിട്ട്. ഫുസൂഖാണ് അധർമ്മം. സത്യവിശ്വാസനെ ചീത്ത പറയുന്നത് ഫുസൂഖാണ്, സഹീഹ് മുസ്ലിമിലുണ്ട്. അപ്പൊ ഈ ഒന്ന്, ചില തിന്മകളെ അള്ളാഹ് ഫിസ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാ അവർ പറയണപ്പോൾ മനസ്സിലാവും. അത് വേറെ ചില തിന്മകളെ അള്ളാഹ് ദുൽമ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അക്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില തിന്മകളെ ഫിസ്ഖ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില എന്ന് പറഞ്ഞാൽ തെറ്റുകൾ വന്നവരെ കാഫിറാക്കാൻ ഇവർ തെളിവുണ്ടാക്കണ പോലാണ്. വേറെ ചില തിന്മകളെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദുൽമ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ഇന്നല്ലതിനെ യഅ്കുലൂന അംവാലിൽ യതാമ ദുൽമൻ, യതീമിന്റെ സ്വത്തുക്കൾ ദുൽമായിട്ട് ഒരാൾ തിന്നാൽ അവരുടെ വയറുകളിൽ അവർ തീയാണ് തിന്നുന്നത്
എന്ന് പറയുന്ന ആയത്ത്. അപ്പൊ ഇവര് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഫാസിഖ് ളാലിമ്, ഇവിടെ ഇപ്പോ ചില തിന്മകളെ ചെയ്യുന്ന ആൾക്ക് ഫാസിഖ് എന്നും പറഞ്ഞു, വേറെ ചില തിന്മകൾ ചെയ്യുന്നവർക്ക് ളാലിമ് എന്നും പറഞ്ഞു. ഇങ്ങനെ ഫാസിഖീങ്ങളെയും ളാലിമീങ്ങളെയും അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് തന്നെ കാഫിറുകൾ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നാ പിന്നെ ചോദ്യം. എന്നിട്ട് ആയത്ത് വെക്കുകയാണ്, വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, സൂറത്തുൽ ബഖറയിൽ 254 ആയത്താണ്. കാഫിറുകൾ അവർ തന്നെയാണ് അക്രമികൾ. അപ്പൊ ളുൽമ് എന്ന് ചില തെറ്റിന് അള്ളാഹ് ഇവിടെ പറഞ്ഞു, യതീമിന്റെ സ്വത്തിന് നിന്ന്. അപ്പൊ കാഫിറുകൾ അവർ തന്നെയാണ് അക്രമികൾ. അപ്പൊ യതീമിന്റെ സ്വത്ത് നിന്നാ കാഫിറായി എന്ന് കിട്ടിയില്ലേ എന്നാണ് ഇവർ പറഞ്ഞു. അതുപോലെ വമൻ കഫറ ബഅദ ദാലിക, ഇതിനു ശേഷം ആരെങ്കിലും കാഫിറായാൽ വേറൊരു ആയത്താണ് സൂറത്ത് നൂറിൽ 55 ആയത്ത്. ഫൗലായിക ഹുമുൽ ഫാസിഖുൻ, അവരെത്ര ഫാസിഖുകൾ. അപ്പൊ കാഫിറായ ആൾക്കാരെ ഫാസിഖ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ചില തിന്മകളെ ഫിസ്ക് എന്ന് പറഞ്ഞു, വേറെ ചില തിന്മകളെ ളുൽമ് എന്ന് പറഞ്ഞു. അപ്പൊ ഫിസ്കും ളുൽമും കുഫറാണ് എന്ന് ആയത്ത് കൊണ്ട് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഇതിനൊക്കെ സലഫികൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു മറുപടി ഇങ്ങനെയാണ്, അതായത് ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഖുറൂജ് ചെയ്യാൻ തോഴത്തില്ല, അള്ളാഹ് പറഞ്ഞത് കേൾക്കാതിരിക്കുന്നതാണ് ഫിസ്ക് എന്ന് പറയാം. അപ്പൊ വഖദ് യകൂനു ഖുറൂജ കുഫർ, ഈ ഫിസ്ക് കുഫറിന്റെ കേൾക്കാതിരിക്കലും തെറ്റുമാവും, ചില തെറ്റുകൾ കുഫറിന്റേതാവും. വഖദ് യകൂനു ഖുറൂജൽ ലൈസ ബി കുഫർ, ചില തിന്മകൾ കുഫർ അല്ലാത്തതും ഉണ്ടാകും. രണ്ട് നിലക്കുണ്ട്, ചില തെറ്റുകൾ ചെയ്താൽ കാഫർ ആകുന്നതുണ്ട്, എന്നാൽ ചിലത് ചെയ്താൽ കാഫർ ആകാത്തതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മുൻകിറുൽ മലായിക വൽ അംബിയ, ഒരാൾ മലക്കുകളെ നിഷേധിച്ചു നിൽക്കുക, വലിയ തിന്മയാണല്ലോ, അത് കുഫറുമാണ്. വൽ അംബിയ, അംബിയാക്കളെ നിഷേധിച്ച് ഏതെങ്കിലും ഒരു അംബിയ ഒരു നബിനെ നിഷേധിച്ചാൽ അവൻ കാഫറായി. ഇതൊക്കെ ഖുറൂജ് കുഫർ, കുഫറിന്റെ തെറ്റുകളാണ്. എന്നാ ഷാരിബുൽ ഖംർ, കള്ള് കുടിച്ചവനോ ഖാരിജുൻ എൻ തോഴത്തിൽ, അവൻ അള്ളാഹ് പറഞ്ഞതിൽ നിന്ന് പുറത്തുപോയി, അള്ളാഹിനെ ധിക്കരിച്ചു, എന്നാൽ അത് ഖുറൂജ് മാസിയ, അവനത് തെറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. കാഫിറായി എന്ന തിന്മയല്ലത് എന്നാ പറയുന്നത്. വകദാലിക ളുൽമു, ഇപ്രകാരം തന്നെയാണ് ളുൽമും. യതഫാവത്ത്, ളുൽമൊക്കെ ഒരേ തട്ടിലല്ല. അത് ആ ളുൽമ് കുഫറിന്റെ ളുൽമും ഉണ്ടാവും, അതിന് ശേഷമുള്ളതും ഉണ്ടാവും, കുഫറിന്റെ അല്ലാത്തതും ഉണ്ടാവും. വഖദ് യകൂനു ശദീദ, വലിയ ളുൽമുണ്ടാവും. ഏതുപോലെ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വസിച്ചവർ അവരുടെ വിശ്വാസത്തിൽ ളുൽമ് കലർത്താത്തവർ, അവിടെ ളുൽമു എന്നാ പറഞ്ഞു. ഉലായിക ലഹുമുൽ അംൻ, അവർക്കത്ര നിർഭയത്വമുള്ളത്. വൗലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർവഴി സിദ്ധിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സഹാബികൾക്ക് വലിയ പ്രശ്നമായി ഈ ആയത്തിറങ്ങിയപ്പം. അവര് വന്നു പറഞ്ഞു, ഇത് സൂറത്ത് അന്നാമിലെ 82 ആയത്താണ്. അവര് പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഉൽമ ചെയ്യാത്ത, എന്തെങ്കിലും ജീവിതത്തിൽ കണ്ട ആരത്തും ഉൽമ എന്തെങ്കിലും തിന്മ വരും എന്നർത്ഥം, മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരും. പക്ഷെ ഞങ്ങൾക്ക് നിർഭയത്വമില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ നിർവഴിയിലല്ല എന്നാണല്ലോ ആയത്തിൽ നിന്ന് കിട്ടിയത്. അപ്പൊ സഹാബികൾക്ക് റസൂല് പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ച ഉൽമ അല്ലത്. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്ന ശിർക്കല ഉൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് വലിയ അക്രമമാണ്. ആ ഉൽമ, വിശ്വാസത്തിൽ ശിർക്ക് വരിക എന്ന ഉൽമാണത്. അത് വന്നാൽ കാഫിറാന്നില്ല, തർക്കല്ല. എന്നാൽ എല്ലാ ഉൽമും ഈ രൂപത്തിൽ ശിർക്കാണോ? അല്ല, അല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ണം, ഏതെങ്കിലും ഒരു ഹദീസിന്റെ കഷ്ണം എടുത്തിട്ട് അവരവരുടെ ആദർശം ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നർത്ഥം. ഇനി ഇവർക്ക് നേരെ എതിരത് ഖവാരിജികളെ അവസ്ഥ പോയി പറഞ്ഞു. അപ്പൊ ഇവരെ നേരെ എതിരാണ് മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവരേത് തിന്മി അവർക്കൊരു പ്രശ്നമില്ല എന്നാണ്. അവരെന്താ, അന്ന മുർത്തഖബിൽ കബീറ കാമിലുൽ ഈമാൻ, വലിയ തെറ്റ് ചെയ്താലോ ഈമാൻ പൂർണ്ണമാണ് അവന്. അവര് പറയണ നല്ല ഈമാൻ ഇത്തിഖാദും ബിൽ ഖൽബ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്. വനുതുഖും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള സംസാരവുമാണ്. എന്നിട്ടോ അവര് അമലുണ്ടല്ലോ, അഹ്ലുസുന്നന്റെ നിർവചനം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അമലും ബിൽ ജവാരി, ഇത് അവർക്കില്ല, അമല് വേണ്ടെന്നാണ്, വിശ്വാസം മാത്രം മദീനാണ്. എന്നാൽ തന്നെ നമ്മൾ അബൂബക്കർ സിദ്ദീഖിന്റെയൊക്കെ വിശ്വാസമായി എന്നാണ് മുർജിയാക്കളുടെ വിശ്വാസം. അവരെ അമലുകളായിന്നാണ്ട് ഒഴിവാക്കി ഈമാനിന്. ഏത് തെറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്നാ ഇവർക്കും സലഫികളും മറുപടി പറഞ്ഞു, ഒരുപാട് പ്രമാണങ്ങൾ വെച്ച് മറുപടി എടുത്തിട്ടുണ്ട്. കാരണം ഈമാനിലെ അമല് പെടും എന്ന് പറഞ്ഞിട്ട് ഇവരെ അമലില്ല എന്നാ പറഞ്ഞു. അതിലൊരു തെളിവ് ഇപ്പൊ ഇങ്ങനെയാ, അൽ ഈമാന് ബിളൂവസബൂന ശോഭ, ഈമാൻ എന്ന് പറയുന്നത് 70 പരം ശാഖകളാണ്. 70 പരം ശാഖകളാണ് എന്ത്? ഈമാൻ. വേറെ റിപ്പോർട്ടിൽ 60 പരം എന്നും വന്നിട്ടുണ്ട്. എന്നിട്ടോ സഹീൽ ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസാണ്, മുസ്ലിമിലൊക്കെ.
ഫഅഫ്ളലുഹ, അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതിലേറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. അത് പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയെ ഈമാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അമല് ഈമാനിൽപ്പെട്ടതാണ്. ഇവിടെ ഇപ്പൊ 70-ൽ പരം എന്ന് പറഞ്ഞു. ആ 70 പണ്ഡിതന്മാരിങ്ങനെ എണ്ണുന്നുണ്ട്. അതിൽ കുറേ അമലുകളാണ് ഈമാൻ. ഉദാഹരണത്തിന് ഒന്ന് തത്ഹീർ, ശുദ്ധീകരണം, ഒന്നുണ്ടാക്കുക. അതൊക്കെ ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈമാന്റെ പകുതിയാണ് ശുദ്ധി. അപ്പൊ നമ്മൾ ശുദ്ധമാക്കുക, ഒതുകൊടുക്കുക, അതൊക്കെ ഈമാന്റെ ഭാഗമാണ്. അതുപോലെ നിസ്കാരം, ഇതൊരു അമലാണല്ലോ. ഈ അമലെന്താണ്? അതിനെപ്പറ്റി ഖുർആനിൽ ഈമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെ പറ്റി. അപ്പൊ നിസ്കാരം ഫർലൻ വ നഫ്ലൻ, സുന്നത്താണെങ്കിലും ഫർലാണെങ്കിലും അതൊക്കെ എന്താണ്? അമലാണ്. അപ്പൊ ഈ അമലുകളൊക്കെ ഇവരണ്ട് ഒഴിവാക്കി എങ്ങനെ ഉണ്ടാവും? ഈമാനെ തന്നെ, ഈ അമലുകളൊക്കെ ഈമാനായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തി. അതുപോലെ സക്കാത്ത്, അതുപോലെ അടിമകളെ മോചിപ്പിക്കൽ, അതുപോലെ വൽ ജൂദ്, ദാനം ചെയ്യുക, യദ്ഖുലു ഫീ ഇത്ആമുത്താം വ ഇക്റാമുൽ ദൈഫ്, അതിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും അതിഥിനെ ബഹുമാനിക്കലും ആദരിക്കലും, അതൊക്കെ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഫല്യുക്രിം ലൈഫോ, അതിഥിനെ ആദരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ അമലാണ്. ഈ അമലിനെ ഈമാന്റെ കൂട്ടത്തിലാണ് ഇസ്ലാം പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സിയാമു ഫർലം വനഫുല, നോമ്പ് ഫർലാണെങ്കിലും അതുപോലെ സുന്നത്തായ നോമ്പും അതൊക്കെ ഈമാനാണ്. അതുപോലെ ഹജ്ജ്, ഉംറ, തവാഫ്, ഇത്തിക്കാഫ്, അതുപോലെ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കല്, അതുപോലെ വൽ ഫിറാർ ബിദ്ദീൻ, ദീനുമായുള്ള ഓട്ടം എന്ന് പറഞ്ഞ ഹിജ്റ, ശിർക്കിന്റെ ഭവനങ്ങളിൽ നിന്ന് തൗഹീദിന്റെ നാട്ടിലേക്കുള്ള ഹിജ്റ, അതുപോലെ അൽ ഖിയാമു ബി ഹുഖൂഖിൽ ഇയാൽ, നമ്മുടെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നമ്മൾ നിർവഹിക്കൽ, ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ, അതുപോലെ ഇജ്തിനാബുൽ ഉഖൂഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ ഒഴിവാക്കൽ, സിലത്തുർ റഹം, കുടുംബ ബന്ധം പുലർത്തൽ, ഇതൊക്കെ ഈമാനിന്റെ കാര്യമായിട്ട് പണ്ഡിതന്മാര് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ മുർജിയാക്കൾക്ക് മറുപടി എത്രയോ കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കക്ഷ്യത്തിന് നേരെ എതിരെ ഖവാരിജികൾക്കെതിരെ വന്നിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇനി ഒരു കാര്യവും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ അഖീദയാണല്ലോ നമ്മുടെ വിഷയം. ഇനി അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന്റെ ഭാഗം അടുത്ത ആഴ്ചയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ശരിക്കതിൽ അൽ ഈമാനു ബില്ലാ എന്ന നിലക്കുള്ള തുടങ്ങിയ അടുത്ത ആഴ്ചയായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി മനാഹിജുൽ ഉലമാ ഫി ഇസ്ബാത്തിൽ അഖീദ, അഖീദ സ്ഥിരപ്പെടുത്തുന്നതിൽ പണ്ഡിതന്മാരുടെ മൻഹജ്, അവർക്കൊരു രീതിയുണ്ട്. അതിലേതാണ് ശരിയെന്ന് പറയണം. ഓരോ അഖീദ ശരിയും തെറ്റുണ്ട്. ചില അഖീദകൾ തെറ്റാണ്. പലരുടെ അധികം അഖീദയും തെറ്റാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. ഒരു കൂട്ടരെന്ത് ചെയ്യാണ്? റഫ്ദുൽ ഖുർആൻ വ സുന്ന, ഖുർആനും സുന്നത്തോട് മാറ്റിവെച്ച് അവരുടെ നിഗമനങ്ങളും ഗവേഷണങ്ങളൊക്കെ, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങൾ, അതൊക്കെ 100% അന്ധവിശ്വാസങ്ങളായിരിക്കും. വേറൊരു കൂട്ടർ എഴുത്തമതു ചിലർ സ്വപ്നത്തെ അവലംബിക്കാൻ. ചില കക്ഷികൾ അങ്ങനെയാണ്. ഞങ്ങളെ ഷെയ്ഖ് ഇങ്ങനെ കിനാവ് കണ്ടിട്ടുണ്ട്, അത് അവരുടെ ആദർശമായി. ചില കക്ഷികളെ പറ്റി ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ അവരുടെ നേതാക്കളുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നം അത് അഖീദയായി സ്വീകരിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് അമ്പിയാക്കളുടെ കിനാവിനല്ലാതെ ഒരു ആധികാരികതയില്ല. സഹാബികളെ കിനാവ് കൊണ്ടൊന്നും മതത്തിൽ ഒരു തെളിവാവില്ല. ചിലതൊക്കെ ശരിയാവാം, ചിലരുടെ സ്വപ്നങ്ങൾ ശരിയാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. കാരണം വഹിയിന്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒന്നാണ് സത്യവിശ്വാസിയുടെ കിനാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവനെ സംബന്ധിച്ചിടത്തോളം ശരിയായി തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രമാണമായിട്ട് വേറെ ആളുടെ മുമ്പിൽ അവതരിപ്പിക്കാനേ പറ്റില്ല. കാരണം അത് 100% അങ്ങനെ തന്നെ ഒരാൾക്കും പറയാൻ കഴിയില്ല. അമ്പിയാക്കളുടെ കിനാവ് മാത്രമാണ് പ്രമാണം. എന്നാൽ ചിലർ അതൊക്കെ ഒഴിവാക്കി അവരുടെ ഔലിയാക്കളുടെ, അവരുടെ നേതാക്കളുടെ സ്വപ്നങ്ങൾ, അത് വിശ്വാസകാര്യത്തിനും അല്ലാത്ത കാര്യങ്ങളൊക്കെ തെളിവാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ എന്താ ചെയ്യുന്നറിയാം? എഴുത്തമതു അൽ അഹാദീസ് അൽ മൗദൂഅ വൽ ദഈഫ, ദുർബലമായ ഹദീസുകൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഹദീസുകൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖീദയെ ശരിപ്പെടുത്തുന്നുണ്ട് ചിലർ. ദുർബലമായ ഹദീസാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഖീദ പിന്നെ നമുക്ക് പറ്റില്ല. അങ്ങനത്തെ വിശ്വാസം, ഒരു വിശ്വാസം, ആ വിശ്വാസം പറയുന്ന ഹദീസ് ദുർബലമാണെങ്കിൽ ആ ഹദീസ് അസ്വീകാര്യമാണ്, അഖീദ നമുക്ക് പറ്റൂല.
അതുപോലെ മനുഷ്യനിർമ്മിതമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പല വിശ്വാസങ്ങളും ആൾക്കാർക്കിടയിലുണ്ട്. അതൊന്നും മുസ്ലിമിന്റെ പ്രമാണം അല്ല എന്നർത്ഥം. വേറെ ചിലരെന്താണെന്നറിയും, വേറെ ചിലര് ഇതിനെ നേരെ എതിരെ. അവരെന്ത് ചെയ്തു? ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് ഖുർആനും സഹിയ ഹദീസും, അതാണ് നമ്മുടെ അഖീദയും കർമ്മങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? അതിന് ചിലത് ഒഴിവാക്കി. ഇവർ പറഞ്ഞു ഖുർആനാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞു. അതിൽ ഇത് മുഅ്തസില തുടങ്ങിയ കക്ഷികളാണ്. പിൽക്കാലത്തുള്ള മുത്തഖല്ലിമീങ്ങളും ഇന്നും ഇതിന്റെ ആൾക്കാരുണ്ട്. ഖുർആൻ ഉറപ്പാണ്, ആർക്കും തർക്കമില്ലല്ലോ. പിന്നെ ഹദീസാണെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് വേണം, അതുകൊണ്ട് അഖീദ സ്ഥിരപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെടണമെങ്കിൽ സാധാരണ ഹദീസ് പോരാ എന്ന് പറഞ്ഞാൽ 90% ഹദീസ് മുത്തവാത്തിർ അല്ല എന്ന്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ കണ്ടമാനം സഹാബികളും അതിനുശേഷം കണ്ടമാനം താബികളും അങ്ങനെ ഓരോ കണ്ണിയിലും കുറേ ആൾക്കാരുണ്ടാകുമ്പോഴാണ് മുത്തവാത്തിർ. എത്ര എണ്ണം വേണം തർക്കമുണ്ട്. ചിലർ 20 എണ്ണം വേണം പറഞ്ഞിട്ടുണ്ട്, 15 എണ്ണം വേണം പറഞ്ഞവരുണ്ട്, 5 എണ്ണം മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, അങ്ങനെ മുത്തവാത്തിറിന്റെ ഷർത്തൊത്ത ഹദീസ് മാത്രമേ വിശ്വാസത്തിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു കൂട്ടര് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു വിഷയമാണ്. ഈ ആദർശം ഇന്ന് മുജാഹിദുകൾക്കിടയിൽ തന്നെ ചിലർ, മുജാഹിദാണെന്ന് പറയുന്നവർ തന്നെ, വിശ്വാസപരമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല, അത് സ്വീകരിക്കണമെങ്കിൽ ഖുർആൻ വേണം, അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് വേണം എന്നാണ് അവർ പറയുന്നത്. ഖബർ ആഹാദ്, മുത്തവാത്തിറിന്റെ അത്ര നിബന്ധന ഒക്കാത്തതിനാണ് ഖബർ ആഹാദ് എന്ന് പറയുക. ആ ഹദീസ് സഹിയായി വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാ പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ആദർശം ഇവർ സ്വീകരിക്കുമ്പോൾ അതിന് എന്തവർക്ക് പ്രമാണമുള്ള? ഒരു പ്രമാണമില്ല, ഒരു പ്രമാണമില്ല. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു നോക്കിയാൽ ഇവരുടെ ഈ വാദം പൊളിക്കുന്നുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്ന ചില സാമ്പിളിന് മാത്രം പറയാം. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, സത്യവിശ്വാസികളെ, നിങ്ങൾക്കൊരു വിവരവുമായി ഒരു അധർമ്മകാരി അല്ലെങ്കിൽ ഒരു കള്ളൻ ഒരു വിവരമായിട്ട് വന്നാൽ നിങ്ങളത് ഉറപ്പുവരുത്തണം, അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അധർമ്മകാരി ഒരാള്, അയാൾ വന്നാൽ നമ്മൾ ഒറ്റയടിക്ക് സ്വീകരിക്കുക. എന്നാൽ നല്ലവൻ വന്നാലോ ഒരാളാണെങ്കിലും സ്വീകരിക്കാം എന്നാ ഖുർആൻ പറഞ്ഞു. ഖുർആൻ നമ്മോട് പറയാ, ഒരു കാര്യം ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസ്തനായിരിക്കണം, ഇതാണ് നിബന്ധന, എന്നാ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് വ്യക്തികളെ ഒറ്റക്ക് പല സമൂഹത്തിലേക്കും അയച്ചിട്ടുണ്ട്. ഇപ്പൊ മുസ്അബ് ബിൻ ഉമൈറിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു ഹിജറിന്റെ മുമ്പ്. ഒരു കൊല്ലം അദ്ദേഹം മദീനയിലെ വീടുകളിൽ കയറി ഇസ്ലാമിന് സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അഖബ ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടിയിലേക്ക് കണ്ടമാനം ആൾക്കാർ അവിടുന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? റസൂലിനെ മദീനയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറെ ആൾക്കാർ വരുന്നത്, മുസ്ലിങ്ങളായി വരുന്നതൊക്കെ മുസ്അബ് ബിൻ ഉമൈർ അവിടെ ചെന്നിട്ട് എല്ലാവർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് മുസ്ലിങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ എന്ന ഒരാളാണ് ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അവര് റസൂല് പറഞ്ഞു, അന്ന ഒറ്റക്ക് പറഞ്ഞാൽ പറ്റൂല, അത് മുത്തവാത്തിറായി കുറെ ആൾക്കാർ വേണം, എന്നാലേ അഖീദ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മുആദ് ബിൻ ജബലിന് യമനിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആദ്യം അഖീദ പറഞ്ഞു കൊടുക്കണം. ആദ്യം അഖീദ, ഒരാൾ പോയിട്ടാണ് അഖീദ പറഞ്ഞു കൊടുക്കണം. ഇനി അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് വ്യക്തികളെ അന്യനാട്ടിലേക്ക് ഇസ്ലാമിന്റെ അഖീദ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂല പറഞ്ഞയച്ചത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ വേറൊരു വചനം ഇങ്ങനെയാണ്, ഇമാം ബുഖാരിയൊക്കെ തെളിവാക്കിയതാണ്. വമാ കാനൽ മൂമിനൂന ലിയൻഫിറു കാഫത്തൻ, മൂമിനികൾ എല്ലാവരും ഒന്നിച്ച് യുദ്ധത്തിന് പുറപ്പെടണ്ട. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ, ഓരോ വിഭാഗത്തു നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ മാറിയിരിക്കട്ടെ, എന്തിൽ യതഫഖഹു ഫിദ്ദീൻ, മതത്തിൽ അവഗാഹമായി പഠിക്കാൻ വേണ്ടിയിട്ട്. വലിയ യുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹി, എന്നിട്ട് ആ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ മടങ്ങി വരുമ്പോൾ അവർക്ക് താക്കീത് നൽകാൻ, നല്ല ദീൻ പഠിച്ച ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് ശരിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവർ മാറിയിരിക്കട്ടെ. ഇവിടെ ത്വായിഫത്ത് എന്നതിന് ഒരാൾക്കും പറയും, ഒന്നിലധികം ആൾക്കാർക്കും പറയുന്ന. അപ്പൊ ഒരാളാണ് ഈ ത്വായിഫത്തെങ്കിൽ അയാള്
താക്കീ ചെയ്യുന്ന നരകത്തെപ്പറ്റിയാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്ന സ്വർഗത്തെപ്പറ്റിയാണ്. അതൊക്കെ അഖീദയാണ്. പിന്നെ അള്ളാഹിനെ പറ്റിയാണ്, അവന്റെ ശിക്ഷയെപ്പറ്റിയാണ്. ഇതൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൾക്കും ഒന്നിലധികം ആൾക്കാർക്കൊക്കെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയാം. എന്നാൽ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി ചിലർ പ്രചരിപ്പിക്കുകയാണ്, ഇസ്ലാമിലെ വിശ്വാസം സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആൻ വേണം, അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് വേണം. ഇത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. മറ്റൊന്ന്, ഇത് ഇവരുടെ ഒരു പ്രമാണമാണല്ലോ, എങ്കിൽ അതിനെന്താ തെളിവ്? ഇതിപ്പോ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലുണ്ടോ അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട കുറെ ആൾ വേണമെന്നുള്ളത്? അത് ഖുർആനിലില്ല. ഹദീസിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഹദീസ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ സ്വീകരിക്കണ്ട, ഞാൻ പറയുന്ന കർമ്മങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ചില ഒന്നോ രണ്ടോ സഹാബികൾ പറയുന്നത് സ്വീകരിക്കണ്ട, കുറെ ആൾക്കാർ പറഞ്ഞാൽ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാദം ബിദ്അത്താണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആര് കൂട്ടിച്ചേർത്താലും അത് ബിദ്അത്താണ്, അത് തള്ളേണ്ടതാണ്. ഇത് എവിടുന്നാ വന്നത് ഈ ആദർശം എന്നറിയോ? മുത്തക്കല്ലീമീങ്ങൾ, വചനശാസ്ത്രത്തിന്റെ ആൾക്കാർ, ഇമാം ഇബ്നുൽ ഖയ്യിം ആ കാര്യം പറയുന്നുണ്ട്. വഹാദ തഫ്രീഖ് ബാത്തിലും ബി ഇജ്മാഇൽ ഉമ്മ. ഇസ്ലാമിന്റെ അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആൻ വേണം, അല്ലെങ്കിൽ മുത്തവാത്തിറ ഹദീസ് വേണം. അവർ ആഹായത് പറ്റില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ള ഈ വിഭജനം, വിശ്വാസപരം കർമ്മപരം എന്ന വിഭജനം, അത് ബാത്തിലും ഇജ്മായിലും, ഈ ഉമ്മത്തിന്റെ ഇജ്മാ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം അനുസരിച്ച് ബാത്തിലാണ്. അവർ പറഞ്ഞ ഇങ്ങനത്തെ ഒരു വിഭജനം പണ്ട് കാലത്തുള്ളവർക്ക് അറിയുന്നില്ല. അവര് റസൂലിൽ നിന്ന് എന്താ കേട്ടാ വിശ്വാസമാണെങ്കിൽ കർമ്മമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ സ്വീകരിക്കുക എന്നാണ്. പിൽക്കാലത്തുള്ള വിഭജനമാണിത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പൂർവികർ സലഫികളൊക്കെ ഈ വിഭജനം ഇല്ലാതെ തന്നെ ഇത് അംഗീകരിച്ച് പോകുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം അവസാനം ചോദിക്കുന്നുണ്ട്, ഫൈന സലഫുൽ മുഫർരിഖീന ബൈനൽ ബാബൈൻ. ഈ നിലക്ക് വിശ്വാസപരം കർമ്മപരം എന്നൊക്കെ വിഭജിച്ചിട്ട് വിശ്വാസത്തിന് ഹദീസ് പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവർക്ക് മാതൃകയായി പൂർവികർ ആരാണുള്ളത്? ആരുമില്ല. പിന്നെ പറയാം, നാം അതേ അവർക്കുള്ളത് സലഫും ബാദു മുത്തഅഖിരിയൽ മുത്തകല്ലിമീന, പിൽക്കാലത്ത് വന്ന ചില വചനശാസ്ത്രത്തിന്റെ ആൾക്കാരാണ്. അവരാരാന്നറിയങ്ങൾ? അല്ലദീന ലാ ഇനായത ലഹും ബിമാ ജാഅ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ ജാഅ അനില്ലാഹി വറസൂലി. അള്ളാഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്നോ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡും ചെയ്യാത്തവർ, അവർക്ക് ഹദീസിനെ പറ്റിയൊക്കെ പുച്ഛമാണ്. ഈ ജാതി ആൾക്കാർ ദീനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ചില ന്യായങ്ങൾ കണ്ടെത്തുകയാണിത്. ഇവർക്ക് ഒരു തെളിവില്ല. അപ്പോൾ അള്ളാഹുവിനെ പറ്റി അവർക്ക് നമ്മളിനി പറയാം. അപ്പോൾ ചില ആൾക്കാർ അള്ളാഹിന്റെ വിശേഷങ്ങൾ പറയണമെങ്കിൽ മുത്തവാത്തിർ ഹദീസ് വേണം, ഖബറായത് പറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചില സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹദീസ് സഹീഹാണോ, അതിന് മുത്തവാത്തിർ ആയതുള്ള വിഭജനമൊന്നും വേണ്ട. ആ വിഭജന സൗകര്യത്തിന് നമ്മൾ പിൽക്കാലത്ത് ഉപയോഗിച്ചു എന്നുള്ളൂ. വാസ്തവത്തിൽ മുഅ്തസിലികൾ കൊണ്ടുവന്നാണ് ഈ മുത്തവാത്തിർ ആഹയെന്നുള്ളൊക്കെ പ്രയോഗം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അഹ്ലുൽ ഹദീസ് അങ്ങനെ എടുത്തുന്നുള്ളൂ. പണ്ട് കാലത്ത് ഈ ജാതി പ്രയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ചിലത് ഇത് ദുരുപയോഗം ചെയ്തിട്ട് ചിലര് തള്ളാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ ഈ വിഭജനം തന്നെ മുഅ്തസിലികൾ കൊണ്ടുവന്നതാണ് എന്ന് പിന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ അതുപോലെ സഹിഹ ഹദീസ്, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ പറ്റി എന്തൊക്കെ വന്നു, മലക്കുകളെപ്പറ്റി എന്തൊക്കെ, സ്വർഗത്തെപ്പറ്റി എന്തൊക്കെ, നരകത്തെപ്പറ്റി എന്തൊക്കെ വിശ്വാസ കാര്യങ്ങളുണ്ടോ അതിനെപ്പറ്റി ഖുർആനിലും സഹിഹ ഹദീസിലും എന്തൊക്കെ വന്നോ അതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.